16 വർഷമായി ബംഗ്ലാദേശിൽ അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ഭരണകൂട മാറ്റം വരുത്തിയതിന് പിന്നിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നുവെന്ന ആരോപണം നേരത്തെ മുതലുണ്ട്. എന്നാൽ ഇത് വെറും ആരോപണമല്ല, സത്യമാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഏജന്റുമാരിൽ ഒരാളെന്ന് കരുതപ്പെടുന്ന ജോർജ് സോറാസിന്റെ മകനും അദ്ദേഹം രൂപീകരിച്ച ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ അധ്യക്ഷനുമായ അലക്സ് സോറാസ് ഒരു പ്രതിനിധി സംഘത്തിനൊപ്പം മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെ കാണാനെത്തി. ഇവർ തമ്മിലുള്ള സംഭാഷണവും ഇടപെടലും ഭരണകൂട മാറ്റത്തിന്റെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു. പടിഞ്ഞാറൻ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ലാറ്റിൻ അമേരിക്കയെ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ഭരണ അട്ടിമറികൾക്ക് പിന്നിൽ ജോർജ് സോറോസിന്റെ അദൃശ്യ കരങ്ങളുണ്ടെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ ഇവർ അട്ടിമറിക്ക് ശ്രമിച്ചിരുന്നെങ്കിലും ഒന്നും ഫലവത്തായില്ല. US ശതകോടീശ്വരനായ ജോർജ് സോറാസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ യൂനസിന്റെ ഭരണകൂടത്തിന് സാമ്പത്തിക പുനർനിർമ്മാണത്തിനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശിനുള്ള US ധനസഹായം പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് സൊറോസിന്റെ മകൻ അലക്സ് സൊറോസസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടത്തിന്റെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനസിനെ കണ്ട് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് യൂനസിനെ സോറാസ് ജൂനിയർ അഭിനന്ദിക്കുന്നു. ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് യൂനസ് പറയുന്നത്, ബംഗ്ലാദേശിലുണ്ടായ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. അദ്ദേഹം ലോക എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രാജ്യത്ത് ജൂലൈയിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ച് ഒരുപാട് പേർ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായെന്നും മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ തെറ്റായാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നതെന്നും യൂനസ് പറയുന്നുണ്ട്. പോരാത്തതിന് ഹസീനയുടെ ഭരണകാലത്ത് രാജ്യത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയ $234 ബില്യൺ എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കണമെന്നും സോറാസ് ജൂനിയറിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. വാഷിംഗ്ടണിൽ ഡീപ് സ്റ്റേറ്റിന്റെ ചതുപ്പ് വറ്റിക്കുമെന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ സോറാസ് സംഘവും പെടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ബംഗ്ലാദേശ്. അവർ പെട്ടാൽ യൂനസ് സർക്കാരിന് അധികം ആയുസ്സുണ്ടാവില്ല. അതെന്തായാലും ഇന്ത്യക്കും നിർണായകമാണ്. മ്യാൻമാർ അതിർത്തി പിടിച്ച അരാക്കൻ പട്ടാളത്തെ പോലും തൊടാൻ ധൈര്യമില്ലെങ്കിലും ബംഗ്ലാദേശ് ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അരിക്കും മരുന്നിനും ചികിത്സയ്ക്കുമെല്ലാം ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായം വേണം. ബംഗ്ലാദേശിലെ പൊതുജനങ്ങളെ യൂനസ് മന്ത്രിസഭയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്നിട്ടും അതിർത്തിയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പൊതുജനത്തെ ഭരിച്ചു തൃപ്തിപ്പെടുത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇങ്ങനെയെങ്കിലും ചിലത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമല്ലേ?